മക്കളെ, ഇതാ നമ്മൾ ഈ +1ലേക്ക് കയറി കഴിഞ്ഞ ഒരു ട്രാക്കിലേക്കൊക്കെ കയറി കഴിഞ്ഞു അല്ലേ. പക്ഷെ ആദ്യം നമ്മൾ കാണാൻ പോകുന്ന എക്സാം ഇതാ ഓണപരീക്ഷ എത്തി. എങ്ങനെയാണ് +1ൽ പഠിക്കേണ്ടതെന്നോ ആദ്യത്തെ ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നോ ഒരു ഐഡിയ നിങ്ങൾക്കില്ല. ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു വലിയ ഗുഡ് ന്യൂസ് ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് മിസ് അവസാനം പറയാം. ഇനി ഓണപരീക്ഷയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. കുറേ വിഷയങ്ങളില്ലെങ്കിലും 6 വിഷയത്തിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെപ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് +1ലേക്ക് നോക്കിയാൽ ഒരു വലിയ വ്യത്യാസം കാണാൻ പറ്റുന്നത് ചാപ്റ്റേഴ്സ് കുറവാണെങ്കിലും കുറേ കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ബയോളജീൻ്റെ കേസിലേക്ക് നോക്കിയാൽ നമുക്ക് ബോട്ടണി സുവോളജിയും കൂടെ 6 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ബോട്ടണിയിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ബയോളജി ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, അതുപോലെ മോർഫോളജി ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇനി സുവോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവിംഗ് വേൾഡ് ഉണ്ട്, അതുപോലെ ആനിമൽ കിങ്ഡം ഉണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസും ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഈ 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം. ഡയഗ്രാംസ് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പുതിയ അധികം ടെർമിനോളജീസ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മിസ് ബയോളജിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇങ്ങനെ ഒട്ടനവധി നമുക്ക് പഠിക്കാനുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓണം എക്സാമിന് വരുമ്പോഴത്തേക്കും ഇത്രയും കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ കോൺസെപ്റ്റുകൾ ഇവിടുന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏത് രീതിയിൽ എത്ര മാർക്കിന് പഠിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തേത്, നിങ്ങൾ ഓണം എക്സാമിന് മുന്നേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെയുള്ളൊരു ഉത്തരമാണ് നമ്മുടെ അഗ്നി ബാച്ച് എന്നുള്ളത്. ഇനി അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കുറേ കൺസേൺസ് കുട്ടികൾ പറയുന്നതാണ്. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ തന്നെ നമുക്ക് വന്നാൽ അറിയാം +2 കുട്ടികൾ പറയുന്നത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചോളൂ, +1ൽ നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങിയാൽ പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് നിൽക്കണ്ട, +2ൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല എന്ന് തന്നെയാണ്. അവരോട് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ കാര്യം പറഞ്ഞിരുന്നു. ഇതാ ഇപ്പം നിങ്ങളോടും പറയുന്നു. ഒട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നാളത്തേക്ക് അല്ലെങ്കിൽ നീട്ടി വെക്കാം എന്നുള്ളത് നോക്കിയിരിക്കേണ്ട. ഓണപരീക്ഷയ്ക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കാൻ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ സെറ്റ് ആക്കിക്കോളൂ. അതിന് വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞിട്ടില്ല ഗുഡ് ന്യൂസ്, നമ്മുടെ വെബിനാർ ഈ 13ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7:30 നമ്മൾ നിങ്ങൾക്കൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യാണ്. നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫാക്കൾട്ടീസ് നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ 7:30 ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി കറക്റ്റ് തന്നെ വരിക. തന്നിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് പ്ലാനോടുകൂടി പഠിക്കണം, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് ഏത് രീതിയിലാണ് ചോദ്യം വരിക എന്ന് മനസ്സിലാക്കി പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ കൺസേൺസോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ നമ്മളോട് ഇന്ററാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ഡോണ്ട് മിസ് ദിസ്. ഓൾ ദി ബെസ്റ്റ്.